ഹായ്. ഇന്ന് നമുക്ക് നമ്മുടെ രാജാവിനെ തട്ടി ചട്ടിയിലാക്കിയാലോ? അതേന്നേ, നമ്മുടെ കിങ് ഫിഷ് തന്നെ. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുക്കാം, കുറച്ച് ഇഞ്ചി എടുക്കാം, കുറച്ച് ചുവന്നുള്ളി എടുക്കാം, പിന്നെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ദേ ഇതുപോലെ. ഇനി അതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനൊരു ബൗളിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികളിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചത് ഈ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ അവിടെ കിടന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലയില്ലേ, അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ മസാല മൂപ്പിച്ചെടുക്കാൻ. അങ്ങനെ നന്നായിട്ട് ഇളക്കി ഈ മസാലയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളേ. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെയും നമുക്ക് ഈ മസാലയൊന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് കാണും. അങ്ങനെ എണ്ണ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നല്ല കുറുകിയ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഗ്രേവി വരണ്ട് കിട്ടി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പുളിയും വെള്ളവും കൂടെ. ശേഷം ആവശ്യത്തിന് വെള്ളവും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ തിള വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് മീൻകുട്ടന്മാരെ തട്ടിയിടാം. ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും സിമ്മിലിടാൻ മറക്കരുതേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നമ്മുടെ മീനൊക്കെ വെന്ത് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അതായത് നമ്മുടെ കിങ് ഫിഷ് കറി റെഡിയായി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.